ഹായ് ഹലോ നമസ്കാരം. ഡച്ചസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ നമ്മളുടെ ചാനലിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായിട്ടോ. അപ്പോൾ ഞാനെന്ന് വിചാരിച്ചു ഇന്ന് നമുക്ക് ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇന്ന് ആക്ച്വലി സൺഡേ ആണ് കേട്ടോ. അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാം ഞാൻ നാട്ടിലല്ല, ഇപ്പോൾ ദുബായിലാണ് കേട്ടുള്ളത്. അപ്പോൾ ദുബായിൽ നമുക്കൊരു ജോലിയൊക്കെ ആയിട്ട് നമ്മളിവിടെ വന്നതാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഫുള്ള് ഉറക്കം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എണീറ്റപ്പോൾ ഏകദേശം സമയം 2:30 ആയിട്ടുണ്ട്. അപ്പോൾ വേഗം അലക്കിയിട്ടുള്ള തുണികളൊക്കെ ഇന്നലെ നൈറ്റ് വിരിച്ചിട്ടതായിരുന്നു കേട്ടോ. നല്ല ചൂടാണ് ഇവിടെ, അതുകൊണ്ട് പപ്പടം പോലെ നമ്മളെ ഡ്രസ്സുകളൊക്കെ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ടിട്ട് ഞാൻ നേരെ കിച്ചണിൽ പോയിട്ട് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നമ്മൾ 2-3 ദിവസം മുന്നേ നെസ്റ്റോയിൽ പോയപ്പോൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനധികം ഡേറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം, ചിക്കൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചപ്പാത്തിക്കൊക്കെ വേഗം കുഴച്ചു കേട്ടോ. പിന്നെയാണ് ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കിയത്. വേറെ ഒന്നല്ല, നമുക്ക് ചപ്പാത്തി പരത്തുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് നമ്മളെ ചപ്പാത്തി പരത്തുന്ന പലക, അതൊന്നും നമുക്ക് ഇവിടെ ഇല്ല കേട്ടോ. ഞാൻ പിന്നെ അതൊരു കണക്കിന് കവറിലൊക്കെ വെച്ച് കൈ കൊണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് വട്ടത്തിൽ പരത്തിയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് നാളെ ഇന്നുണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നാളെ ഓഫീസിൽ പോകുമ്പോഴും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ ഈ ഒരു ചിക്കൻ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു പോർഷൻ ഞാൻ 2 ദിവസം മുന്നേ തന്നെ, അതായത് മേടിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഒരു ലെഗ് പീസ്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് കട്ട് ചെയ്തിട്ട് കുക്കറിലാണ് കേട്ടോ നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഒട്ടും ടൈമില്ല. പിന്നെ കിച്ചണിലൊന്നും നമ്മളൊന്നും പറയണ പോലെയല്ല, നമുക്ക് നിൽക്കാനേ പറ്റില്ല കേട്ടോ. നല്ല ചൂടാണ്. ടാപ്പിലൊക്കെ നമുക്ക് എപ്പോൾ വെള്ളം തുറന്നിട്ടുണ്ടെങ്കിലും നല്ല ചൂടായിട്ടാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് കുക്കറിൽ വേഗം ഒരു 2 വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ വേഗം വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ കറി തട്ടിക്കൂട്ടാം ചപ്പാത്തി ആയിട്ട്. അപ്പോൾ ഞാൻ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ഉറങ്ങിയിട്ട്, ഞാൻ പറഞ്ഞല്ലോ എണീറ്റപ്പോൾ 2:30 ആയി എന്നുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് വേട്ടം നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം ഒരു തട്ടിക്കൂട്ടി ചിക്കൻ കറി നമുക്ക് വെക്കാൻ കേട്ടോ. ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാവും കേട്ടോ. ഇത് ഞാൻ നമ്മളെ ചാലക്കുടി വീട്ടിലേക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ദുബായിൽ വന്നിട്ട് പിന്നെ ഞാനൊരു 2 വീക്സിന് ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് പോകുന്നതാണ് കേട്ടോ. കാരണം നമുക്കിവിടെ സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഓരോ കണ്ടെയ്നറിലായിട്ട് ഇട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരും കൂടി സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കണ്ടെയ്നർ ആകുമ്പോൾ നമുക്ക് എല്ലാ സ്പൈസസും നമുക്ക് അതിനകത്ത് ഇട്ട് വെക്കാമല്ലോ. അത് നമ്മളെല്ലാ പൊടികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ എനിക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെ കുക്കറിൽ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ചിക്കൻ തിരുമ്മിയിട്ട് വെച്ചു കേട്ടോ. അത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാനൊരു ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഇടാൻ മറന്നു പോയി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വീണ്ടും കുക്കർ തുറന്ന് ഉരുളക്കിഴങ്ങ് കൂടി ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ദേ നമ്മൾ ചിക്കനൊക്കെ 2-3 വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സവോളയും തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വേഗം ചിക്കൻ കറി ആക്കാൻ പോവാണ് കേട്ടോ. പിന്നെന്താണ്, എല്ലാവർക്കും നാട്ടിലെ സുഖമല്ലേ? നാട്ടിൽ നല്ല മഴയൊക്കെയാണല്ലേ, പക്ഷെ ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. നമുക്ക് ഒട്ടും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ. അത്ര ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടാണ് കേട്ടോ. നമ്മൾ ഏത് നേരത്തും നമ്മളൊന്ന് ടാപ്പ് തുറന്ന് ഒരിത്തിരി പച്ചവെള്ളം എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പച്ചവെള്ളം മീൻസ് നല്ല തണുത്ത വെള്ളം നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഒട്ടും പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. നമുക്ക് തണുത്ത വെള്ളമൊക്കെ വേണമെങ്കിൽ നമ്മൾ ബക്കറ്റിൽ വെള്ളം പിടിച്ച് വെക്കണം കേട്ടോ. എന്നാലാണ് പിറ്റേ ദിവസത്തേക്ക് നമുക്കൊരു തണുത്ത വെള്ളം നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ ഏത് ടൈമിലും നമ്മൾ നൈറ്റിൽ ഇപ്പോൾ ഒരു ആഫ്റ്റർ 2 PM 3 PM ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ടാപ്പ് തുറക്കുന്ന സമയത്ത് വരുന്ന വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ചവരെ എന്ത് ചൂടാണെന്നറിയോ. നമ്മൾ വിചാരിക്കും ഇത്ര ചൂടുള്ള വെള്ളം നമ്മൾ കുളിക്കാനൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡിക്ക് തന്നെയാണ് അതിൻ്റെ എന്താ പറയുന്നത് ഇതുണ്ടാവുന്നത്. കുറേ പ്രശ്നങ്ങളുണ്ടാവും നമ്മളെ ബോഡിക്ക്. എനിക്കിപ്പോൾ ഇവിടെ വന്ന സമയത്ത് തന്നെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. അതായത് 2 നേരമൊക്കെ നമ്മൾ ഈ ഒരു തിളച്ച വെള്ളത്തിൽ കുളിക്കുന്ന സമയത്ത്, തിളച്ച വെള്ളം തന്നെ പറയാം കേട്ടോ, അത്രയും ചൂടാണ്. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ കുളിക്കുന്ന സമയത്ത് നമുക്ക് കുറേ ബോഡിക്ക് ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ എന്താ പറയുക ചൂടുകുരു പോലെയൊക്കെ നമുക്ക് നല്ലോണം സ്കിന്നിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെ ചട്ടി ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയും തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടല്ല കേട്ടോ ഇട്ടേക്കുന്നത്. ആക്ച്വലി ഞാൻ വെറുതെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളൂ. കാരണം നമ്മളെ വീട്ടിലെ പോലെ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ അല്ല. കാരണം
കുറച്ച് ഐറ്റംസുകൾ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഞാനിവിടെ വന്ന സമയത്തൊക്കെ ഞാൻ ഫുഡ് കഴിച്ചിരുന്നത് പുറത്തുനിന്നാണ് കേട്ടോ. അപ്പോൾ ഒരു കണക്കിന് അതാണ് എനിക്ക് കുറച്ചും കൂടി സൗകര്യമായിട്ട് തോന്നിയത്. കാരണം നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം എന്നുള്ള നമുക്ക് ആ ഒരു ടൈം വൈസ് ആകുമ്പോൾ അവർ തന്നെ കൊണ്ടു തരും കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ഹോട്ടലിൽ നിന്ന് അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വയറിന് അങ്ങനെ വലിയൊരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് എന്തായാലും കുക്ക് ചെയ്തിട്ട് കഴിക്കാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഓഫീസിൽ നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ഒരു 7:30 ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ പറയാൻ മറന്നുപോയി, ഞാനിവിടെ അക്കൗണ്ടൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 8:30ക്കാണ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്, 8:30 to 5:30. അപ്പോൾ ഞാൻ ഇവിടുന്ന് റൂമിൽ നിന്ന് ഒരു 7:15, 7:30 ആകുമ്പോൾ ഞാൻ ഇറങ്ങും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫുഡ് മോർണിംഗ് എണീറ്റിട്ട് വെക്കാനുള്ളത് പ്രാക്ടിക്കലി കുറച്ച് കുറവാണ്. കാരണം കിച്ചണിൽ വേറെ ആളുകളെല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഭയങ്കര എന്താ പറയുന്നത്, ബിസി ആയിരിക്കും കിച്ചൺ മോർണിംഗ് ടൈമിൽ. അപ്പോൾ ഞാൻ മിക്ക ദിവസങ്ങളിൽ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് വന്ന സമയത്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും കേട്ടോ. പിന്നെ അത് മോർണിംഗ് എടുത്ത് ഓഫീസിൽ കൊണ്ടുപോകും. പിന്നെ കഴിക്കണ നേരത്തെ ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ടാണ് കഴിക്കാറ് കേട്ടോ. അപ്പോൾ അതേ നമ്മളെ വർത്താനൊക്കെ പറഞ്ഞ വിശേഷങ്ങൾ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മളെ ചിക്കൻ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ഭയങ്കരമായിട്ട് ഓവറായിട്ട് എന്താ പറയുന്നത്, കുറേ ചാറായിട്ടൊന്നും വെക്കണില്ല. കാരണം ഞാൻ മാത്രമല്ല കഴിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ചെറിയൊരു ഗ്രേവി ആയിട്ടാണ് കേട്ടോ ഞാനിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെ ചിക്കൻ കറിയൊക്കെ റെഡിയായി വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് മല്ലിയിലയും അതുപോലെ തന്നെ നമ്മളെ വേപ്പിലയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി നമ്മളെ കറി ടേസ്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് നമ്മളിവിടുന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചപ്പോഴത്തെ ഒരു ഫീല് തോന്നിയിട്ടുള്ളത്, നമ്മൾ കഴിക്കെങ്കിലും കൂടി നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾക്ക് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല കേട്ടോ. അതായത് നോർമൽ ഫുഡ് ഉണ്ടല്ലോ, നമ്മളെ നാടൻ ചോറ് കറികളൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും നമ്മൾ വീട്ടിൽ കഴിച്ചിട്ടുള്ള ആ ഒരു ഫീല് നമുക്ക് എങ്ങനെയായിരുന്നാലും കിട്ടണില്ല കേട്ടോ. ഞാൻ എത്ര ബുദ്ധിമുട്ടിയാലും നമ്മൾ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡ് കഴിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫുഡ് കഴിച്ചു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എന്നെ സംബന്ധിച്ച് എനിക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആകെ ഒരു ചപ്പാത്തി മാത്രം എടുത്തിട്ടുള്ളൂ ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് ഞാൻ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണം എന്നുള്ളത് ഒരു കഥ തന്നെയാണ്. കാരണം ഫ്രിഡ്ജ് കംപ്ലീറ്റ് ഫില്ലായിരിക്കും കേട്ടോ. കാരണം എല്ലാവരും ഫുഡ് ഐറ്റംസുകളും അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതും എല്ലാം കൂടി ആയിട്ട് ഫ്രിഡ്ജ് നല്ല ഫുള്ളായിരിക്കും. അപ്പോൾ ഇനി ഇത് കൊണ്ട് ചെന്നിട്ട് എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് വേണം കേട്ടോ നമ്മളെ ഫുഡ് നമുക്ക് അതിനകത്ത് സ്റ്റോർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഈ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും രാത്രി ഡിന്നറൊന്നും ഉണ്ടാവില്ല കേട്ടോ. രാത്രി ഇനി ഭക്ഷണം എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനൊന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കുന്നുണ്ട്. കാരണം നല്ലോണം വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. കാരണം നമ്മൾ വേറെ നമ്മളെ വീട്ടിൽ പോലെ നമ്മളങ്ങനെ വലിയ ഓവറായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ജോലികളാണെങ്കിലും നമ്മളങ്ങനെ ചെയ്യുന്നില്ലല്ലോ. വീട്ടിലാകുമ്പോൾ കുട്ടികളെ ബാക്കിൽ കൂടെ പോകണം, നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, അപ്പോൾ ആകെ ഒരു ബിസിയല്ലേ നമ്മൾ. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയല്ല, ജോലിക്ക് പോവുക വരിക, അങ്ങനെ ജോലി സ്ഥലത്ത് വെറുതെ ഇരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വെയിറ്റ് കുറച്ച് ഗെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം നമുക്കൊന്ന് ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കാമെന്ന്. നിങ്ങൾ കണ്ടില്ലേ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഈ ഇരിക്കുന്ന സെക്ഷൻ എൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ച് വെച്ചിട്ടുള്ള യോഗട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു കണക്കിന് ഞാൻ എൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതേ ഫുഡും കൊണ്ട് എൻ്റെ റൂമിൽ വന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഞാൻ ഫുഡ് കഴിക്കട്ടെ.